എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അരിപ്പുട്ടിൻ്റെ റെസിപ്പി നോക്കാം. പുട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുന്ന 2 പൊടിക്കൈകൾ കൂടി ചെയ്യുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആവുകയും അതുപോലെ ഒരു പ്രത്യേക രുചി കിട്ടുകയും ചെയ്യും. അരിപ്പുട്ടിൽ മാത്രമല്ല ഏത് പുട്ടിലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് പാക്കറ്റ് പൊടി വെച്ചിട്ടുള്ള ഒരു പുട്ടാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ പുഴുക്കലരി വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കലരിയുടെ വെള്ള കളറിലുള്ള അരിപ്പൊടിയാണ്. അപ്പം 2 രീതിയിൽ പുട്ടുപൊടി കിട്ടും. ഒന്ന് പുഴുക്കലരിയുടെ പുട്ടും അതുപോലെ തന്നെ പച്ചരിയുടെ പുട്ടുപൊടിയും കിട്ടും. അപ്പോൾ നമ്മളിത് ആദ്യം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് നനയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ്. ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ രുചിക്ക് വേണ്ടിയിട്ടുള്ള സാധനം ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെണ്ണയാണ്. വെണ്ണ ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെണ്ണ ഉരുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റായിട്ടുള്ള വെണ്ണയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വെണ്ണ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയുടെ കട്ടി കുറഞ്ഞ പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ട് നനയ്ക്കുന്നത്. അപ്പോൾ ഈ പുട്ട് നനച്ച് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റും ആകും. അതുപോലെ തന്നെ ഒരു പ്രത്യേക മണവുമാണ് തേങ്ങാപ്പാലിൻ്റെയും അതുപോലെ തന്നെ വെണ്ണയുടെയും. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിത് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നല്ല ഒരു മയത്തിൽ വേണം ഇത് ഉണ്ടാകാൻ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഈ പുട്ടുപൊടി ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം പുഴുക്കലരിയുടെ പുട്ടാണെങ്കിൽ നമ്മൾ നനച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും മിനിമം അത് മാറ്റി വെക്കണം. അപ്പോഴാണ് പുട്ട് നല്ല സോഫ്റ്റ് ആകുക. അപ്പോൾ ഇനി ഇത് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം പുഴുക്കലരിയുടെ മാത്രമല്ല പച്ചരിയുടെ പുട്ടുപൊടിയും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് നമ്മുടെ പുട്ടുപൊടിയിൽ നല്ല ഈർപ്പമൊക്കെ ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. പച്ചരി ആണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതിയാകും. നമ്മൾ ഇതിന് മുൻപൊരു ഗോതമ്പ് പുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിനി ഒരു പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം തേങ്ങയും അതുപോലെ തന്നെ പുട്ടുപൊടിയും ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ട് ഇതിലേക്ക് നിറച്ചിട്ടുണ്ട് പുട്ടുപൊടി. അപ്പോൾ ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഈ ഒരു പുട്ട് ചെയ്തെടുക്കുന്നത്. കുക്കറിൽ വെള്ളം വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് പുട്ടുകുറ്റി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ വളരെ നല്ല രുചിയുള്ളതുമായിട്ടുള്ള അരിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു അരിപ്പുട്ടിൻ്റെ കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്റ്റൂ ആണ്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. നമ്മൾ സാധാരണ വെജിറ്റബിളും അതുപോലെ ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റൂ ഗ്രീൻ പീസ് വെച്ച് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്